ഇന്ത്യയിലെ ഫിലിം ഫെസ്റ്റിവലുകളുടെ ചരിത്രത്തിൽ ഇത്തരം വളരെ ഇടപെടൽ ഉണ്ടായിട്ടേയില്ല. കാരണം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്, ഒരുപക്ഷെ എന്നെ അത് അത്ഭുതപ്പെടുത്തുന്നില്ല, കാരണം ഇത് കൃത്യമായ ഒരു രാഷ്ട്രീയ ഇടപെടലാണെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം വളരെ കണക്ക് കൂട്ടിയ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഇത്രയും സിനിമകളുടെ വിലക്ക് വരുന്നത്. അപ്പോൾ സിനിമകളുടെ വിലക്ക് മാത്രമല്ല, ഇപ്പോൾ ഈ ഫെസ്റ്റിവൽ സാധാരണ നമ്മുടെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലേക്ക് ധാരാളം വിദേശ പ്രതിനിധികൾ ജൂറികളായും സിനിമയുടെ പ്രതിനിധികളായും പങ്കെടുക്കാറുണ്ട്. അവരൊക്കെ വിസ അപ്ലൈ ചെയ്യുന്നത് ആ പ്രോസസ്സിൻ്റെ രീതി മൊത്തം മാറ്റിയിട്ട് എല്ലാം കൂടി ഇപ്പോൾ വിദേശ മന്ത്രാലയത്തിൻ്റെ ഒരു പ്രത്യേക ഒരു സൈറ്റിൽ കൊണ്ടുവന്ന് പരിശോധിച്ച്, ഇപ്പം മുസ്ലിം രാജ്യങ്ങളിൽ നിന്നുള്ള ആളാണെങ്കിൽ കൊടുക്കണ്ട. ഇപ്പോൾ ഇത്തവണ പല ജൂറിമാർക്കും വരാൻ കഴിഞ്ഞിട്ടില്ല. ഒന്ന് തുർക്കിയിൽ നിന്നുള്ള ഒരാൾക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല, അസർബൈജാനിൽ നിന്ന് വരാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ പല സ്ഥലങ്ങളിൽ ജൂറിമാരെ അടക്കം, ഫിലിം മേക്കേഴ്സിനെ അടക്കം വിലക്കുന്ന ഒരു പരിപാടിയുണ്ട് തുടങ്ങിയിട്ട്. അതൊക്കെ ആദ്യമായിട്ടാണ്. ഇതിന് സാധാരണ ചെയ്യാറെന്താണ്? ഏതെങ്കിലും കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട ആൾക്കാരോ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ നിരന്തരം പ്രചരണം നടത്തുന്നവരോ അങ്ങനെയൊക്കെയുള്ള ആളുകൾ മാത്രമാണ് നമ്മൾ ഒഴിവാക്കലുള്ളൂ. അതൊന്നും അല്ലാതെ ആദ്യം കുറേ ആളുകളെ, ചലച്ചിത്രകാരന്മാരെ വെട്ടുന്നു, പിന്നെ സിനിമകളെ വെട്ടുന്നു. ആ സിനിമകൾ വെട്ടുമ്പോൾ അവരുദ്ദേശിക്കുന്നത് ഈ മേളകൾ തന്നെ ഭാവിയിൽ ആവശ്യമില്ല എന്നുള്ള നിലയിലാണ്.